ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞത് ഉണ്ടായി സാൻഡ്രോ ആണ്. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് മാർക്ക്, അതായത് ടൈം ബെൽറ്റിൻ്റെ ക്യാമിൻ്റെയും ക്രാങ്കിൻ്റെയും മാർക്ക് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളതിൻ്റെ ടൈമിംഗ് കവറും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടേക്കണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ക്രാങ്കിൻ്റെ ടൈമിംഗ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ക്രാങ്കിൻ്റെ ടൈമിംഗ് നോക്കാനായിട്ട് ഈ ക്രാങ്കിൽ ഇവിടെ ഒരു കുത്ത് കാണാനായിട്ട് സാധിക്കും. ഈ കുത്തും ഈ കാണുന്ന ഇതുമായിട്ട് മാച്ചിങ് ആയിരിക്കണം. അപ്പോൾ ഈ കുത്തിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് നോക്കിയാൽ ഒരു ചെറിയൊരു വെട്ട് തന്നെ ഈ ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ വെട്ടും ഇതുമായിട്ട് മാച്ചിങ് ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഒരു ഡോട്ടും വരുന്നത്. അപ്പോൾ ഈ ഒരു വെട്ടും അല്ലെങ്കിൽ ഈ ഒരു ഡോട്ടും ഈ കാണുന്ന ചെറിയ വെട്ടുമായിട്ട് ഈ ബ്ലോക്കിൽ കാണുന്ന ആ ഒരു മാർക്കുമായിട്ട് മാച്ചിങ്ങിലായിരിക്കണം ഇതിൻ്റെ ക്രാങ്കിൻ്റെ ടൈമിങ് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ക്യാമിൻ്റെ ടൈമിങ് നോക്കാം. അപ്പോൾ ക്യാമിൻ്റെ ടൈമിങ് നോക്കാനായിട്ട് ഈ ക്യാമിൻ്റെ പുള്ളിയിൽ ഈ ഭാഗത്തോട്ട് ഒരു ചെറിയ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്ന കാണാം. അവിടെ ഒരു ചെറിയൊരു വെട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെട്ട്, ഈ വെട്ടും ഇതുമായിട്ട് മാച്ചിങ് ആയിരിക്കണം. ഈ ടൈമിംഗ് കവറിൽ വരുന്ന ഈ ഒരു ആ പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ഭാഗമായിട്ട് മാച്ചിങ്ങിലായിരിക്കണം വരേണ്ടത്. അതായത് ഇവിടെ ഒരു വെട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു വെട്ട് കാണാം. ആ വെട്ടും ഇതുമായിട്ട് മാച്ചിങ്ങിലായിരിക്കണം വരേണ്ടത്. അതാണ് ഇതിൻ്റെ ക്യാമിൻ്റെ മാർക്ക് വരുന്നത്. അപ്പോൾ ഉണ്ടായി സാൻഡ്രോയുടെ ടൈമിംഗ് മാർക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് മാറുമ്പോൾ ക്യാംസീൽ, ക്രാങ്ക്സീൽ, അതുപോലെ തന്നെ ടൈമിംഗ് ടെൻഷനർ, ടൈമിംഗ് ബെൽറ്റ്, അതുപോലെ തന്നെ വാട്ടർ പമ്പ് കൂടെ മാറാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ആ ഒരു സൈഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബെയറിംഗ് മുളിച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം പിന്നെ നമ്മൾ ടൈം ബെൽറ്റ് ടെൻഷൻ മാറി കഴിഞ്ഞിട്ട് പിന്നെയും മുളിച്ച് വരുമ്പോൾ വാട്ടർ പമ്പ് മുളിച്ച് വരുമ്പോൾ പിന്നെ ആ സൈഡ് മൊത്തം അഴിക്കേണ്ടതായിട്ടുള്ള ആവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ക്യാംസിലും ക്രാങ്ക്സിലും മാറാതെ വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടൈം ബെൽറ്റും ടെൻഷനും മാറി കഴിഞ്ഞിട്ട് കുറേ നാൾ ഓടി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ക്യാമിൻ്റെ ഭാഗത്തുനിന്ന് ലീക്കും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും, അല്ലെങ്കിൽ ക്രാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ലീക്കും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടൈമിംഗ് സൈഡ് അഴിക്കേണ്ട ഒരു ആവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉണ്ടായി സാൻഡ്രോയുടെ ടൈമിങ്ങിൻ്റെ മാർക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.